ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ നോമ്പെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ജോലി നമ്മൾ കുറേ ദിവസമായിട്ട് പരിചയമില്ലാത്തതല്ലേ. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നീറ്റപ്പോൾ ഭയങ്കര ഒരു തലവേദനയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം എന്ന് നമ്മൾ കരുതി. കൂടെ ഇന്നുമോളും ചെറിയ ചെറിയ ഹെൽപ്പിനൊക്കെ രാവിലെ നേരിട്ടുണ്ട്. അവൾക്ക് സ്റ്റഡി ലീവ് ആണെന്നുണ്ടെങ്കിലും ആൾ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. അതിന് ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്കാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഇത് മീഷോന്ന് എടുത്ത ചുരിദാറാണ് കേട്ടോ. നല്ല അടിപൊളി ചുരിദാറാണ്, എല്ലാവർക്കും വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിൻ്റെ ലിങ്ക് ചോദിക്കേണ്ട, ഞാൻ ഈ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ചുരിദാർക്ക് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ സൈസ് എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ എടുത്തോളൂ, കാരണം ഇത് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ചുരുങ്ങുന്നുണ്ട്. ബാക്കി ഈ ചുരിദാർ അടിപൊളിയാണ്. വില 400 സംതിങ് രൂപ ഇതിൻ്റെ വില കേട്ടോ. അപ്പം നമ്മൾ കട്ടൻ ചായ കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി. അപ്പോൾ നമ്മളങ്ങനെ ഉണ്ണിയപ്പവും ചായ എല്ലാം കുടിച്ച് ഇവിടെ കുറച്ച് പയറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെരുന്നാൾ വീഡിയോ എവിടെയെന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്ക് നമ്മൾ പെരുന്നാൾക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്രാവശ്യം വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ. ഇവിടെ ഈ ഇന്നുമോൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6th സെം ആണ്. അപ്പോൾ സപ്ലി വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്നലത്തെ ബീഫ് കറിയും ഇന്നത്തെ പപ്പടവും ഇന്നത്തെ പുട്ടും നല്ല കട്ടൻ ചായ കൂട്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. നമ്മൾ നോമ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അത് നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ലല്ലേ. പിന്നെ അതൊന്നും ശീലമായിട്ട് വരണം. അങ്ങനെ ഇന്ന് നമുക്ക് നിങ്ങൾ കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഷെബിനൊന്ന് നമുക്ക് വീട്ടിൽ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ചെറിയ ചെറിയ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ ഒരു 10 മണി ആയിക്കണം. അപ്പോഴാണ് അവൾ ഞാൻ വിളിച്ച് പറഞ്ഞത് നമ്മൾ വരുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അയ്യോ ഇന്നിപ്പോൾ എന്ത് ചെയ്യും ഇന്നുമോളെന്ന് ചോദിച്ചപ്പോൾ ഇന്നുമോൾ പറഞ്ഞു ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം, നമുക്ക് വേഗം വീടൊക്കെ വൃത്തിയാക്കിയിട്ട് സെറ്റായിട്ടിരിക്കാം. കാരണം ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഷെബിന് വരുമ്പോൾ നമ്മൾ അടുക്കളയിൽ തന്നെ ആയിരിക്കും. കാരണം അവൾ 10 മണിക്ക് അവിടുന്ന് പുറപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 11 മണിയാകുമ്പോൾ പരുന്തമണ്ണ് എത്തും. അപ്പോൾ നമ്മൾ വീട് ഒരുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ സായിക്കുട്ടി അവൻ്റെ ബെഡിൻ്റെ അടിയിൽ ചൂരിലൊളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്കിവിടെ ചൂരിലുണ്ട് കേട്ടോ. ഞാൻ ചൂരിലുകൊണ്ട് തല്ലാറൊന്നുമില്ല കുട്ടികളെ, പക്ഷേ ഒന്ന് കാണിച്ച് പഠിപ്പിക്കാൻ എനിക്ക് ചൂരിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സായിക്കുട്ടിക്കാണെങ്കിൽ ചൂരിൽ ഭയങ്കര പേടിയാണ്. അവനെ ഞാൻ ഇന്നേ വരെ ആ ചൂരിലുകൊണ്ട് അടിച്ചിട്ടില്ല, പക്ഷേ അവനക്ക് ആ ചൂരിൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ അവനത് സമയം കിട്ടുമ്പോഴൊക്കെ എവിടെയും കൊണ്ടേ ഒളിപ്പിച്ച് വെക്കും. ഇവിടെ ആദ്യം ഷോഫിൻ്റെ അടിയിലായിരുന്നു അവനെ ഒളിപ്പിച്ച് വെച്ചിരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോഫ് നീക്കി അടിച്ചു വരുമ്പോൾ അത് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണം. പക്ഷേ അവൻ്റെ ബെഡുമൊക്കെ എനിക്ക് എത്തുമല്ലോ. അപ്പോൾ അവൻ ആ ബെഡിൻ്റെ അടിയിൽ അവൻ്റെ ചൂരിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ശരിക്കും ഈ ചൂരിലുകൊണ്ട് അടി കിട്ടിയിരുന്നത് ഇന്നുമോൾക്ക് മാത്രമാണ്. സായിക്കുട്ടിനെ ഞാൻ ഒരിക്കലും അടിക്കാറില്ല. അതിപ്പോൾ എൻ്റെ ചെറിയ കുട്ടി നല്ല സെൻറ്റിമെൻറ്റ്സ് ഉള്ള കാരണം കൊണ്ടായിരിക്കും. ഇനി ചെറിയ കുട്ടി നല്ല സെൻറ്റിമെൻറ്റ്സ് കാരണം അവന് തലമ കയറ്റി വെച്ചിരിക്കുമൊന്നും അല്ല കേട്ടോ. പക്ഷെ അവന് പറഞ്ഞതെല്ലാം അനുസരിക്കും. അവനൊരിക്കലും നമ്മൾ നേരെ ഒച്ചിടുകയും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എനിക്ക് ചെയ്യാൻ വയ്ക്കൂല എന്നുള്ള കാര്യം പറയുകയെ അങ്ങനെയൊന്നും ഈ പ്രായം വരെ അവന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ നേരെ എനിക്ക് ചൂരിൽ പ്രയോഗിക്കേണ്ടി വന്നിട്ടുമില്ല. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ ചൂരിലുകൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ നന്നാവും എന്നൊക്കെ പറയണത് എനിക്കതിലൊട്ടും വിശ്വാസമില്ലാത്ത ആളാണ് കേട്ടോ. കുട്ടികൾ ഒക്കെ ഒരു നല്ലപോലെ ആയിട്ട് വരും തന്നെ വേണം. അല്ലാണ്ട് ചൂരിലോണ്ട് നാളെ പൊട്ടിച്ചിട്ട് ഒരു കുട്ടിയും നന്നായ ചരിത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്നുമ്പോൾ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. ഞാനാണെങ്കിൽ ഈ സമയം ബാത്റൂം കഴുകിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ബാത്റൂം കഴുകാനൊന്നും ഇന്നുമോൾ കിട്ടത്തില്ല. ഇന്നുമോൾ വാഷ് ബേസിന് കഴുകും, പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മടക്കും, അമ്മാതിരി കാര്യങ്ങളെ ചെയ്യുള്ളൂ. ബാത്റൂം കഴുകൽ പിന്നെ തുടക്കൽ അത് രണ്ടും എൻ്റെ ജോലിയാണ്. പിന്നെ നമ്മൾ പുതിയൊരു ചവിട്ടി ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നിപ്പം അവരൊക്കെ വരണ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ചവിട്ടിയെല്ലാം മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീടൊക്കെ നന്നായിട്ട് തുടച്ചു. ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ചവിട്ടി കേട്ടോ. നമുക്ക് ഈ വാഷ് ബേസിൻ്റെ അടിയിൽ ഒരു ചവിട്ടി വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അതിൽ വെള്ളമൊക്കെ നിലത്തേക്ക് പോയിട്ട് ആകെ വൃത്തികേടാവും. അപ്പോൾ ഇതൊരു 405 രൂപ 450 രൂപ ആ റേഞ്ചിൽ നിന്ന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വെള്ളം നന്നായിട്ട് ഇതുമെന്ന് കാലുമെന്ന് പോകുന്നുണ്ട് കേട്ടോ ഈ ചവിട്ടിൻ്റെ. അപ്പോൾ ചവിട്ടിൻ്റെ സുഖം കണ്ടപ്പോൾ സായ്ക്കുട്ടിയിൽ കിടക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ ബാത്റൂമിൻ്റെ പോയി കിടക്കാനാണ് പറഞ്ഞിട്ട് ഓടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടൊക്കെ ഏകദേശം ഒന്ന് വൃത്തിയാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഗസ്റ്റുകൾ വന്നാൽ മതി. അങ്ങനെ നമ്മളെ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കുകയാണ്. അവൾ വന്നിട്ട് കുറച്ച് നേരമായി. ഞാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ആ സമയത്തൊന്നും വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ വന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഫീലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ ഒന്ന് ഓഫാക്കിയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവൾ വന്നത്
ആ സമയത്തൊന്നും വീഡിയോ എടുത്തില്ല, കുറേ നേരം സംസാരിച്ചു, ജ്യൂസൊക്കെ കുടിച്ചു, വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പോൾ അവൾ വന്ന ഒരു കാര്യം നമ്മൾ ഒന്ന് ആദ്യം നമ്മളൊന്ന് ഫീൽ ചെയ്ത ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവർ വന്നപ്പോൾ നമ്മൾ വാട്ടർമെലൺ ഷേക്കാണ് കൊടുത്തത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം ഒരു 1-2 മണിക്കൂറൊക്കെ സംസാരിച്ചിരുന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായ അല്ല ഉണ്ടാക്കിയത്, നമ്മൾ നല്ല പാൽ കാപ്പിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾ വളാഞ്ചേരിത്തെ വീട്ടിൽ ഷെബിന് പണ്ട് വരുമ്പോഴും നമ്മൾ ഒരു 10-11 മണി സമയത്ത് പാൽ കാപ്പി കുടിക്കുന്ന ശീലമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് പേര് ചോദിച്ച ഒരാൾ വന്നിട്ടുണ്ട്. കൂടെ ഞാൻ ഉപേക്ഷിച്ച് പോയതിൻ്റെ പകരം വന്നിട്ടുണ്ട്. അയ്യോ എനിക്ക് വയ്യ. ഞാൻ നിന്നെ അന്വേഷിച്ച് എത്ര പേര് കമന്റ് ഇടാറുണ്ടെന്ന് അറിയാം. നിങ്ങളുടെ മറ്റേ മോനെ അവിടെ എല്ലാവരുടെ കമന്റ് നമ്മൾ കാണാറുണ്ട്. അത് അത് സാരില്ല, അത് ഒരു വിട്ടു വെക്കട്ടെ. അപ്പോൾ നമ്മള് ഉണ്ണിക്കുട്ടനും വന്നിട്ടുണ്ട്. ഞാൻ എന്താ ഉണ്ണിമോനോട് കൊല്ലാത്തതൊക്കെ ചോദിക്കുന്നുണ്ട്. എവിടെ നിങ്ങളെ മറ്റേ മകൻ ചോദിക്കാറുണ്ട്. മറ്റേ മകനെ ഞാൻ ഷെമിനാക്ക് കൊടുത്തു. ഇപ്പൊ വേണ്ട പറഞ്ഞു. കുട്ടികളെ തന്നതാ, ഞാൻ അവൾക്ക് കൊടുത്തതാണ് ആ കുട്ടിനെ. ഇജ്ജ് എടുത്തോ പറഞ്ഞു. അയ്യോ മകനെ കൊണ്ടുണ്ടോ കാപ്പിക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ. തൽക്കാലം അവിടെ ഇപ്പൊ കാര്യാക്കണ്ട. നമ്മൾ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഇത് ആരാണെന്ന് അറിയില്ലല്ലോ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് പെരുന്തൽമണ്ണക്ക് താമസം മാറിയിട്ട് ചില കൂട്ടുകാരൊക്കെ പുതിയതായിട്ട് വന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഇത് എൻ്റെ നാത്തൂനാണ് കേട്ടോ. നാത്തൂനും മകനുമാണ് നമ്മളെ ഇന്നത്തെ ഗസ്റ്റ് കേട്ടോ. നമ്മൾ ഉണ്ണിവിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ. പിടിച്ചു പോയോ എടാ, കണ്ണിലടാ നല്ല പോലെ കിട്ടിയടാ. ഷോ എങ്ങനെയാ പിടിച്ചോണ്ടിയോണ്? അതപ്പോ നിന്നല്ല പിടിക്കാനേ കതറിയോ എടാ? നല്ല പോലെ വീഡിയോ കിട്ടിയില്ലടാ. പക്ഷേ ഉണ്ണിമോനെ ഇജ്ജ് നാളല്ലേ പോണല്ലോ? ഇജ്ജ് പോണില്ലല്ലോ? നമുക്കൊരാഴ്ച കഴിഞ്ഞിട്ട് പോവാടാ. പിന്നെ നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നിട്ട് നമ്മളൊരു ഉച്ച സമയമായപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇനി കുറച്ച് കൂട്ടുകാർ ചോദിക്കും, നിങ്ങളെ വീട്ടുകാർ വരുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുക ചെയ്യുക. അവർ വന്നപ്പോൾ എന്താ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവർ വരുന്നത് കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ തന്നെ ആയി പോകൂലേ. അപ്പോൾ അതാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരുത്തിയത് കേട്ടോ. ബ്ലോഗിൽ വെച്ചിരിക്കണേ അവിടെ ഇവിടെ ഷെബിനാനോട് പോവണ്ട, അയ്യോ അമ്മായി പോവല്ലേ പറഞ്ഞോണ്ടിരിക്കാൻ. അടി വേണ്ട നാളെ പോവാടി. അതെ അതെ, എന്തായാലും ഇജ്ജ് പോയിക്കോ, ഉണ്ണിമോനെ വിടുന്നില്ല. അമ്മായിന്റെ കോമഡിക്കൊന്നൊരു കുറവില്ലല്ലോ. ആൾക്കേ ഇജ്ജ് പെരിന്തൽമണ്ണ അങ്ങാടിന്റെ കളിയാക്കി പറയണ്ട. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ എന്തുണ്ടെന്ന് ചോദിക്കരുത്. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ എല്ലാം കിട്ടും, കായ് ഉണ്ടായാൽ മതി. തൽക്കാലം പോയി അനക്ക് നാളെ പോവാം, അത്രേ ഉള്ളൂ. ക്യാമറ ഓഫ്, ബാക്കി ക്യാമറ ഓഫ് ആക്കിയിട്ട് ഷെബിന പറയുന്നതാണ്. ഇക്കോണ്ട് ചോദ്യം ചോദിക്കാണ്ട് എന്താ വരാൻ വൈകിയത്? ഇവിടെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഷെബിന വന്നില്ലേ? രാഹുൽ കേറി നോക്കിയിട്ട് വരാൻ നേരം കൊടുത്തു. ഈ മുഖം കണ്ടിട്ട് മോളെ പറഞ്ഞത് അന്റെ മുഖം കണ്ടത് തന്നെ. അങ്ങനല്ല അങ്ങനെ തോന്നിയ
ഈ മുഖം കണ്ടിട്ട് നിങ്ങള് ഷബിനാനെ കൊച്ചി ഇങ്ങനെ പറഞ്ഞപ്പോഴാ കഷ്ടം തന്നെ. പക്ഷെ നീ വരാൻ നേരം വൈകി. നമുക്ക് അതെ ബിസിനസ് വുമൺ ആണ്, അപ്പൊ പിന്നെ ഡിസൈനർ ആണ്. തിരക്കൊക്കെ കഴിഞ്ഞ് 37 വരാൻ കഴിഞ്ഞ് അവന് വന്നതാ. ഇനിയോ പാത്രം നിരത്ത്. ഉണ്ണിമോനോട് വന്നേടാ. ഉണ്ണിമോൻ പറഞ്ഞത് നമ്മള് കിച്ചണ് വീഡിയോയിൽ കണ്ടപ്പോ വലുതായി തോന്നി, ഇപ്പൊ ചെറുതായി തോന്നിയെന്നാ അത് കണ്ടുവരും. പക്ഷെ ഞാനെന്താ ചെയ്യുന്നേ, അത് തണുപ്പിക്കാം. നമ്മള് എന്താ പറയാ അക്ഷരനെ വരുമ്പോ നമ്മള് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഓള് പെട്ടെന്നുണ്ടാക്കിയ തീരുമാനമായ കാരണം എന്നോട് പറഞ്ഞു നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പൊ നമ്മള് ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്യുക ചെയ്തത്. കാരണം അവള് വന്ന പിന്നെ നമുക്ക് സംസാരിക്കാനും നേരം കിട്ടൂല. അപ്പൊ നമ്മൾ നല്ല മസാലയിലെ മന്തിയാണ് നമ്മൾ ഇന്നത്തെ ഉച്ചക്ക്. പണ്ട് ഇപ്പം വന്ന വീഡിയോയിൽ കുറേ കൂട്ടുകാർ നമ്മളടുത്ത് ചോദിച്ചിരുന്ന ചോദ്യമാണ്, നിങ്ങൾ അവർ വന്നപ്പോൾ എന്തൊരു ഫുഡ് പോലും കൊടുത്തില്ലല്ലോ, നിങ്ങളെ വീട്ടുകാർ വരുമ്പോൾ നിങ്ങൾ കുറേ ഫുഡ് ഉണ്ടാക്കാറുണ്ടല്ലോ, സംതിങ്. അന്ന് നോമ്പായിരുന്നു, അവർ നോമ്പ് തുറന്നിട്ടാണ് വരുന്നത് എന്നുള്ളത് ഒരു റീസണായിരുന്നു കേട്ടോ. അവർ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. പിന്നെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു സത്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അവർ കഴിക്കില്ല എന്നുള്ളത് എനിക്ക് 100 വട്ടം ഉറപ്പായിരുന്നു. ഷബിന എന്ന് പറയണത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വളാഞ്ചേരി ഉണ്ടായിരുന്ന സമയത്തും ഞാൻ എന്ത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവളത് ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നു. അതായത് എന്നെ അവളൊരു വേറൊരാളായിട്ട് കാണുന്നുണ്ട് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം പൈസ എടുത്ത് അവൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവളെ എങ്ങോട്ട് പോകാൻ വിളിച്ചിട്ടുണ്ടെങ്കിലും അവളത് സന്തോഷത്തോടെ വരും. അപ്പോൾ എനിക്കറിയാം അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളത് തീർച്ചയായിട്ടും കഴിക്കും, അവളത് വേണ്ട എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് പറയൂല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അതല്ലാണ്ട് പട്ടാമ്പിത്തെ വീട്ടുകാർ വരുമ്പോൾ ഒരുപോലെ, വളാഞ്ചേരത്തെ വീട്ടുകാർ വരുമ്പോൾ വേറെ പോലെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം എന്താ പരിപാടി മോളെ? ഞാൻ അമ്മായിക്ക് മൈലാഞ്ചി പെരുന്നാൾക്ക് സ്റ്റെൻസിൽസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഇപ്പൊ അതാണ് സുഖം. കല ചെയ്തിട്ട് കല മറന്നു നിൽക്കണേ. ഞാൻ മറന്നിട്ടില്ല. പക്ഷെ സ്റ്റെൻസിൽസ് അമ്മായിക്ക് ഇനിയിപ്പോ കല്യാണം വരുന്നുണ്ട്. അപ്പൊ സ്റ്റെൻസിൽ എങ്ങനെ ഉപയോഗിക്കണം ഞാൻ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അതാണ് ഓക്കെ. അത് പഠിപ്പിക്കലായി മൈലാഞ്ചിട്ടുമായി ഫീച്ചറും പഠിപ്പിച്ചു കൊടുക്കണം. ഓ ഞാൻ കുറേ മോഡലുകൾ എടുത്തു ഫോണില്. ആ ഫോണ് കേടാന്നൊക്കെ നല്ല മോഡല്, എന്തായാലും നന്നായി. ആ മോഡൽ അറിയില്ലല്ലോ. സിമ്പിളാണ്, അത് സിമ്പിളാണ്. വലിയ വലിയ ചിത്രങ്ങളാണ്. ഇങ്ങനെയാണോ വേണ്ടി? അത് അങ്ങനെ വേണ്ട, നിങ്ങളൊക്കെ മതി. ഇവിടെ വരാക്കാം നമുക്ക് വരില്ല. ഇതിടാം ഞാൻ. അപ്പൊ ഇതെന്തിനുള്ളൂ ഇങ്ങനെ ഒട്ടിക്കാം. ഇത് മറ്റേ കൈമക്കാം. ഇത്ര ഇങ്ങനെ അതെങ്ങനെ കൊടുക്കാം? അത് സീനാണ്. ഇവിടെ ഈ ചെറിയ സ്വരം കൂടി ഉണ്ടേ. ഇത് പൊട്ടട്ടെ. അത് അയച്ചു കഴിഞ്ഞാലേ നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിക്കാൻ പറ്റണ്ട. സ്റ്റെൻസിൽസ് എങ്ങനത്തെ പഠിച്ചോ? സ്റ്റെൻസിൽസ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു ആളുടെ സഹായം മൈലാഞ്ചിടാൻ പറ്റും. ഇത് ആദ്യം ഇങ്ങനെ പറിക്കുക. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഫാൻസി ഷോപ്പിൽ പോകണ കുറച്ച് നല്ലത്. ഇങ്ങനെ പറിക്കുക. അല്ല ഈ ബ്ലാക്ക് ഇല്ലേ, ഈ ബ്ലാക്ക് നമ്മളിങ്ങനെ പറിക്കുക. ഫോട്ടോ ഉണ്ടാവും. ആക്രാന്തം വേണ്ട. എല്ലാം വെച്ചു, പേടിക്കെല്ലാം വെച്ചു നമ്മള്. അതാ എന്താണ് പിന്നെ മാനം കെടുത്തണ്. വീഡിയോ എടുക്കുന്നുണ്ട്. 1 മിനിറ്റേ. ഓക്കെ. അല്ല ഇതിങ്ങനെ കേട് വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വളരെ ക്ഷമയോടെ എടുക്കണം. അത് വേണ്ട മനസ്സിലാക്കി കൊടുക്കുക. എല്ലാം നന്നാക്കി കൊടുത്ത് കിട്ടിയേ. കിട്ടി. യെസ്. എന്നെ കളിയാക്കല്ലേ. ഇനി ഞാൻ താജ്മഹൽ പണിയും ചരിച്ചിട്ട്. അപ്പൊ ഞാൻ വലത്തെ കൈമ എങ്ങനെ ഒട്ടിക്കുക? അത് ഉണ്ണിമോനോ മേമന മേമന ഇല്ലാത്ത നമ്പ്യാര്. എന്റെ മോനക്ക് ഇഷ്ടമാണ് മൈലാഞ്ചൊക്കെ ഇട്ടായിരുന്നു. അറിയില്ലെന്നുള്ളൂ. അപ്പൊ പിന്നെ ഉണ്ണിമോട് സഹായം ചോദിച്ചാൽ മതി. ആദ്യം നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കണം. നല്ല
അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഷബ്നാനെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇവിടെ വന്ന മുതൽ നമ്മൾ ഇടയ്ക്ക് നമുക്ക് വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കമന്റിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആശുപത്രി വിളിക്കാറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൾക്ക് മറ്റേ എന്താ പറയാ വലിയ ഡിസൈനറൊക്കെയാണ് ആള്. മറ്റേ നമ്മുടെ തിരുവരങ്ങാടി റെഡിയുടെ ഷോപ്പ് തിരൂരങ്ങാടി അല്ല ആ മംഗലം സോറി മംഗലത്താണ് കേട്ടോ. മറ്റേ ഡിസൈനർ ഷോപ്പിംഗ് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ മംഗല ഭാഗത്തില്ലേ മംഗല ഭാഗത്തിലല്ല മംഗലത്തെ അങ്ങാടി മംഗലത്തെ പരിസരത്ത് മാത്രമേ തയ്ച്ചു കൊടുക്കുള്ളൂ. ആ അത് നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് തരും. ഇനി നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളത് സ്റ്റിച്ച് ചെയ്ത് തരും ചെയ്യും കേട്ടോ. ആ നമ്പർ കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവള് കുറച്ച് തിരക്കിലൊക്കെ ആയ കാരണം കൊണ്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ നിലവൈകിയതാണ്. ഇല്ലേ അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എടിച്ച് ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത് അലയനുണ്ട് കേട്ടോ. ഇവിടെ കൂടെ അലയനുണ്ടായിരുന്നു. അലയനക്ക് പിന്നെ വീഡിയോയിൽ വരാനൊരു കോൺഫിഡൻസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ അലയനെ കാണിക്കാത്തത്. ഇഷ്ടല്ലേ? അലയനക്ക് ഫേമസ് ആവണത് ഇഷ്ടമല്ല. അലയന്റെ പ്രൈവസിനെ അലയനക്ക് പ്രൈവസി പോകണത് ഇഷ്ടമല്ല. അപ്പൊ അലയനെ അങ്ങനെ ഇപ്പൊ അലയന് ഒരു പുറത്ത് കളന്റെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പോയിട്ടാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നീ നോക്കണ്ടേ? അപ്പൊ ഇപ്പൊ കുറച്ച് ഒച്ചയും വിളിയും കേക്കാട്ടോ. എല്ലാരും കാത്തുന്നു. ഓപ്പോസിറ്റ് വലിക്കണ്ടല്ലോ. വാക്സ് കഴിഞ്ഞ് പകരം ചെയ്താൽ മതിയോ? ഇല്ല വേണ്ടേ, അത് വേറെ എന്താക്കിയതാ. പക്ഷെ ഈ ഒരു ഇല്ലട്ടോ, അത് വാക്സ് ചെയ്തിട്ട് നോക്കണേ. അവിടുത്തെ പോകുന്നത് മൂപ്പര് നിക്കട്ടെ. വന്നെടുക്കൽ തന്നെ പറയാൻ പാടില്ല. നമ്മള് കുറച്ച് സമയം കൊടുക്കണം. ഇനി മോളെ ടർക്കി വിടറി. ഒരു മിനിറ്റ് ഞാൻ തരാം. ഞാൻ ഇതൊന്ന് പേരെടുത്തോട്ടെ. അത് മന്തിയാണേ. ഇട്ടരട്ടെ. അത് മൈക്രോവേവ് ചെയ്താൽ മതി. ഇവിടെ ചെറുതായിട്ടൊന്നും എന്തോ അയക്കണം. അത് കുഴപ്പമില്ല. ഇത് കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചിക്കണ് ഞാന്. നല്ല വൃത്തിയുണ്ട്. നമ്മളൊക്കെ അവിടെ ഇവിടെ പരക്കുമല്ലോ. കണ്ടോ, ഇത് ഇങ്ങനെ ഒട്ടിച്ചപ്പല്ലേ രസായത്. മറ്റേ നീട്ടിട്ടിച്ച കോളായിരുന്നില്ലേ? അങ്ങനെ ഷെബിനാൻ്റെ കൈമത്തെ മൈലാഞ്ചിയൊക്കെ ഊരി നമ്മൾ ചായ എല്ലാം കുടിച്ച് ഇനി അവർക്ക് പോകാൻ വേണ്ടി സമയമാക്കണം കേട്ടോ. ഇനി നേരെ വളാഞ്ചേരത്തെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അവരുടെ ബൈക്ക് എടുത്തിട്ട് വേണം അവർക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഗുജറാത്തിൽ നിന്ന് കൊടുക്കുന്ന നമ്മുടെ അജ്മേറിൻ്റെ ചുരിദാർ ഉണ്ടല്ലോ, ആദ്യത്തെ ഒരു ചുരിദാർ നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷബ്നാക്ക് കൊടുത്തു കേട്ടോ. ഈ ഒരു കാര്യത്തിലേക്ക് ഷബ്നാനെ ഭയങ്കര ഇഷ്ടം. കാരണം ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾ ഭയങ്കര സന്തോഷത്തോടെ അത് വാങ്ങിക്കും. അപ്പോൾ നമുക്ക് റെസ്പെക്റ്റ് തരുന്ന കാരണം കൊണ്ടാണല്ലോ അവിടെ അത് വാങ്ങിക്കണത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. ഷബ്നാനോട് ഞാൻ നിൽക്കാൻ പറഞ്ഞിട്ടോൾ പിന്നീട് നിൽക്കാൻ വരാൻ പറഞ്ഞിട്ട് ഇരുന്ന് ഷബ്നാനോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്ന്. ഉണ്ണിമോനാണെങ്കിൽ ഉണ്ണിമോനെ നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം നോക്കണം. സായിക്കുട്ടി ഉണ്ണിമോൻ പോണേന്റെ സങ്കടത്തിലാണ്. ഉണ്ണിമോനെ നിർത്തി തരുന്നില്ല എന്നുള്ളതാണ്. അല്ല അലേ ഞാൻ കാണിക്കൂല. എല്ലാ നമ്മുടെ വീഡിയോന്റെ കമന്റിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വേറൊരു മകനുണ്ടായിരുന്നില്ലേ, ഓനെ മറ്റേ എന്താ കാണിക്കാത്തതെന്ന്. ഇത് ഷെബിനാന്റെ, അതായത് എൻ്റെ നാത്തൂൻ്റെ മകനാണ്. നമ്മുടെ വീഡിയോയിൽ നമ്മളെ മറ്റേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ മോനെ പോലെയാണെന്ന്. പക്ഷെ എൻ്റെ സ്വന്തം മോനല്ല, അതുകൊണ്ട് ഞാനിത് പോരുമ്പോൾ മോനെ കൊണ്ടുവരാൻ പറ്റില്ല. ഷെബിന് തരില്ല മോനെ, അതുകൊണ്ടാണ് അവനെ കൊണ്ടുവരുന്നത് കേട്ടോ. ഇനി പറയാ ചെറുതായിട്ട് പലകമെന്ന് കയറുന്നതാ ഞാൻ. ഇപ്പോൾ അമ്മായി മാമനും ഉണ്ണിമോനൊക്കെ പോയി. ഉണ്ണിമോനെ നിർത്താൻ വേണ്ടി കുറേ നോക്കി, പക്ഷെ അത് നടന്നില്ല. ഒരു പിന്നെ വരണ്ടേ പറഞ്ഞു. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ
ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റൊക്കെ ആയിട്ട് അവർ വരുന്നുണ്ടാവും. അപ്പോൾ അവർ അടുത്ത വരവിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. എന്ത് സായ്മനക്ക് എന്താ പറയാനുള്ളത്? എന്തേലും പറ. ഉണ്ണിമോന് പോയതിന്റെ സങ്കടം ഉണ്ണിമോനെ ഓരോ ഉണ്ണിമോൻ പോയതിന്റെ ഹാങ് ഓവറിലാണ്. ഓരോ ഉണ്ണിമോനെങ്കിലും നിർത്തിയേക്കാരെന്ന് വിചാരിച്ചാൽ അതും നടന്നില്ല. അത് അവർക്ക് ഈ തിരക്കും കാര്യങ്ങളും ഇല്ല. കാരണം അവർക്ക് ആകെ ഒരു മകനുള്ളൂ. അവൻ ഇവിടെ നിർത്തിവെച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് അവർ നിർത്താനുള്ളത്. യെസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് നമ്മളെ കുറേ കൂട്ടുകാർ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം പിന്നെ വരാറില്ല. അങ്ങനെ ഈ വീട് കാണേണ്ട എല്ലാവരും വന്ന് കണ്ടിട്ട് ഇപ്പോൾ പോയി. ഇപ്പോൾ കുടുംബക്കാർ മൊത്തമായില്ലേ, എല്ലാവരും വന്ന് കണ്ടുപോയി കേട്ടോ.